മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ ദർശനം ഇത് വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങൾ എന്താണ് ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ജീവിത വിജയത്തിന് എന്ത് വേണമെന്നാണ് നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? പണമാണോ? പണം വേണ്ട എന്ന് ഞാൻ പറയില്ല. എന്നാൽ പണത്തിന് അങ്ങേപ്പുറത്തേക്ക് ചിലത് നൽകുവാനും ചിലത് നേടുവാനുമുണ്ട്. അതിൽ മാത്രമേ ജീവിതം വിജയിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഒരു ഇന്റർവ്യൂ, അതിന്റെ ഭാഗം കട്ട് ചെയ്തിപ്പം ആളുകൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങളോടും പറയുന്നു, ഏറ്റവും കുറഞ്ഞത് ഒരു കാര്യം കൂടെ എങ്കിലും പഠിപ്പിക്കണം. എന്നെ കൂടെ നോക്കിക്കോണേന്ന്. ഏറ്റവും കുറഞ്ഞത് ഒരു കാര്യം കൂടെ എങ്കിലും കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പനെയും അമ്മയും മോനെ മോളെ നോക്കിക്കൊള്ളണമെന്ന്. വല്ലാത്ത ഒരു കാലമാണ്. എനിക്ക് പ്രതിവിധിയൊന്നും പറയുവാനായിട്ട് സാധിക്കില്ല. എനിക്കറിയാം, മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു നേട്ടമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ദാണ്ട് പുതിയ 2 ഭദ്രാസനങ്ങളൂടെ. കാരണം എന്താണ്? കുഞ്ഞുങ്ങൾ പോകുന്നിടത്തെ സഭ പോവുകയാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇതിന് ശേഷം സംഭവിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായി തുടങ്ങി. പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് വൃദ്ധരുടെ ഒരു ജില്ലയായി മാറിക്കൊണ്ടിരിക്കുന്നു. നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെയാകാം. ഞാൻ തുമ്പമൺ ഭദ്രാസനത്തിൽ ചുമതലയെടുത്തപ്പോൾ 3 വൃദ്ധമന്ദിരങ്ങൾ ഇപ്പോൾ ഈ ഭദ്രാസനത്തിലുണ്ട്. അപ്പോൾ എന്താണ് നാം പഠിപ്പിക്കേണ്ടത്? പഠിക്കടി ജോലി കിട്ടട്, വലിയ വീട് വെക്കണം, പണം സമ്പാദിക്കണമെന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ. പഠിപ്പിക്കണം, എന്നെ കൂടെ നോക്കിക്കൊള്ളണമേ എന്ന്. എനിക്കറിയില്ല അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. പക്ഷേ അതൊരു ഉത്തരവാദിത്വമാണെന്നാണ് എൻ്റെ വിചാരം. ഒരു ചെറുപ്പക്കാരൻ എന്നോട് വല്ലാത്ത ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: തിരുമേനി, ലോകത്തിലെ ഏതെങ്കിലും ജീവജാലങ്ങൾ സ്വന്തം അപ്പനെയും അമ്മയും നോക്കാറുണ്ടോ എന്ന് അവൻ ചോദിച്ച ചോദ്യമാണ്. Is there any species in the world to take care of their parents എന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് ദൈവം അന്നേരം തോന്നിച്ച ഉത്തരം എന്താണെന്നറിയോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാല് മുതൽ തലവരെ പെരുത്തുന്നു ആ ചോദ്യം കേട്ടപ്പോൾ. ഞാൻ അവനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എടാ മോനെ, ലോകത്തിലെ ഏതേലും ജീവജാലങ്ങളിൽ ഇതുപോലെ മക്കളെ നോക്കുന്ന അപ്പനും അമ്മയും ഉണ്ടോടാന്ന് ഞാൻ ചോദിച്ചു. ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നൽകുന്ന ജീവിതത്തിന്റെ തത്വശാസ്ത്രം എന്താണ്? എന്താണ് നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നത്? അത് കിട്ടുന്ന അന്തരീക്ഷമാണ് നമ്മുടെ ഭവനം. ഈ തുമ്പമൺ ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുത്ത് ഞാൻ ഭദ്രാസനത്തിന്റെ വിവിധ മേഖലകളിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മുമ്പാകെ വരുന്ന പ്രധാനമായിട്ടുള്ളൊരു നിർദ്ദേശം, തിരുമേനി, നമുക്ക് കുറെ കൂടെ വളരെ ഡീസന്റ് ആയിട്ടുള്ള വൃദ്ധഭവനങ്ങൾ ഉണ്ടാക്കാമെന്നാണ്. പണം ഞങ്ങൾ തരാൻ തിരുമേനി, ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. ഞാൻ ആരെയും ദുഃഖിപ്പിക്കുവാൻ പറയുന്നതല്ല. നമ്മൾ പണ്ട്, അല്ലെങ്കിൽ മക്കൾ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പോയി കണ്ട് തിരിച്ചു വരുമ്പോൾ പള്ളി കഴിഞ്ഞ് മുറ്റത്ത് നിന്ന് വാചാലരായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ അവനോ വീടിന്റെ മുറ്റത്ത് 3 കാറാ, എന്തൊരു വലിയ വീടാ, എന്തൊരു സൗകര്യമാ. അഭിമാനത്തോടെ സംസാരിച്ചു, സന്തോഷം. 2ാം പ്രാവശ്യം പോയിട്ട് വന്നപ്പോഴും സംസാരിച്ചു. 3ാം പ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ സംസാരത്തിന്റെ ശക്തി കുറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത്, ഇനി ഇവൾ തിരികെ വരികയില്ല എന്ന്.
നോക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്ന് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അത് വല്ലാത്തൊരു വേദനയാണ്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലെ ഫിലോസഫി ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ദർശനം, അത് പണമല്ല, അത് പദവിയല്ല, അത് ശ്രേഷ്ഠമായ ജീവിതവും കടമകളും കൂടെയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ പരാജയപ്പെടും എന്നാണ് എൻ്റെ വിചാരം.